ആണ് മനസ്സിലാക്കേണ്ടത്. പതിവ്രത കാത്ത് സംരക്ഷിച്ചപ്പോ അള്ളാഹു അതിനോടൊരു കുട്ടിയെ കൊടുത്തു. ആ കുട്ടി ആരാ? ഒരു പ്രവാചകൻ, സയ്യിദുനാ ഈസാ. അലക്കോ ഇല്ലല്ലോ, സയ്യിദുനാ ഈസാ. അങ്കൂസോലു നോക്കും അലൈഹിസ്സലാം കൊണ്ടുവാ ഫുഡ്. ഇത് കഴിഞ്ഞിട്ട് ചീരണി അതിലേക്ക് നോക്കിയിരിക്കുക. ഇപ്പൊ ഒന്നുമില്ല അനക്കം. ഉറക്കെ പറഞ്ഞു സയ്യിദുനാ ഈസാ ഒരു സാധാരണ വ്യക്തിയല്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വലിയ അത്യുത്കൃഷ്ട പദവിയുള്ള വ്യക്തിയാണ് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. നല്ല മനുഷ്യനാണ്. അത് ഉമ്മാക്ക് പിറന്നു. എങ്ങനത്തെ ഉമ്മയാണ്? സാലിഹത്തായ ഉമ്മയാണ്. ഖുർആൻ ഈ രണ്ട് സംഭവം പറയുന്നുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി കുട്ടി പ്രസവിച്ചപ്പോഴത്തേക്കും കുട്ടിക്ക് പേര് വെച്ചു മറിയം. പേര് വെച്ചിട്ട് കുട്ടിയുടെ പടച്ച റബ്ബേ ഇന്നി അഊദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ ഞാൻ കാവൽ തേടുന്നു പിശാചിനെ തൊട്ട് എന്ന് കാവൽ തേടിയിട്ടാണ് ദുആ ചെയ്ത് വിടുകയാണ്. നമ്മളങ്ങനെ ദ്വാരക്കാരുണ്ട്. അതാണ് പറയുന്നത്, കാതിലങ്ങനെ ഊതിക്കൊടുക്കണം. ഈ ആയത്ത് തന്നെ ഓതണം. അതാ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായത്ത്? ഇന്നി അഊദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വാത് കേട്ടിട്ട് ഹോ എന്ന് പറഞ്ഞ് വിട്ടുപോയാ പോരാ. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഡെയിലി ഇതൊക്കെ ചെയ്യേണ്ടതാണ്, അമലുകൾ ചെയ്യേണ്ടതാണ്. കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പഴമക്കാർ ഇതൊക്കെ നല്ലതുപോലെ അറിയുന്നവരാണ്. ഇന്ന് നമുക്ക് ഒന്നേ അറിയുള്ളൂ, ബാങ്ക് വിൽക്കാമത്തും. അത് തന്നെ എവിടെ കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ല, എപ്പോഴാണെന്ന് പോലും അറിയാൻ വരാം. കൊടുക്കണമെന്നറിയാം, അതിന് നമ്മൾ ആളെ തപ്പിക്കൊണ്ട് നടക്കാണ്. ആളെ ഒന്നും തപ്പണ്ട, എത്രയും വേഗം കൊടുക്കണം. കാരണം കുട്ടിയുടെ കാതിലേക്ക് ആദ്യം തന്നെ കേൾപ്പിക്കേണ്ടത് ഈ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഈ വാക്കാണ്. അതെങ്ങനെ കൊടുക്കാൻ? ബാങ്കും കൊടുത്തു, ഇഖാമത്തും കൊടുത്തു, ഇനി നിസ്കാരമുണ്ട്. അതെപ്പോഴാണ്? മരിച്ചു കഴിയുമ്പോ. ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നടക്കാൻ പോകുന്നത് മയ്യിത്ത് നിസ്കാരാണ്. അല്ലേ? ബാങ്കും ഇഖാമത്തും കൊടുത്താൽ പിന്നെ നിസ്കരിക്കണ്ടേ? സാധാരണ രീതിയിൽ ബാങ്കും ഇഖാമത്തും കൊടുത്താൽ പിന്നെ പെട്ടെന്ന് അടുത്ത പരിപാടി എന്താണ്? നിസ്കാരാണ്. അഥവാ അത്ര സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ. നിനക്കിനി അടുത്തത് മരണമാണ്. അതാണ് അത് കുറിക്കുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വലതുവി വാദം കൊടുത്ത് ഇടതുവി ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ എന്ത് വേണം? ഇമാമ് കയറി എന്നിട്ട് അല്ലാഹു അക്ബർ. ഇമാമും ജമാഅത്താണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന്മാരെങ്കിലും ബാങ്ക് ഇഖാമത്ത് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് കൈയിട്ട് നിയ്യത്ത് വെച്ചിട്ട് കൈയിട്ട് നിസ്കരിക്കാൻ. സ്ത്രീകളാണെങ്കിലോ ബാങ്കില്ല, ഇഖാമത്ത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് ഇഖാമത്താൻ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഇഖാമത്താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോന്ന് അല്ലാഹു അല. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാണ്, ബാങ്ക് ഇഖാമത്തും കൊടുക്കാറുണ്ടോ? നമ്മൾ എവിടെ കൊടുക്കും? അങ്ങോട്ട് നീയത്ത് വെച്ച് കഴിയിട്ട് ഒക്കെ. അതാ പറയുക, നമുക്കൊന്നും അറിയില്ല. തുടക്കത്തിൽ തുടങ്ങണം. ഇനി കുറെ പരിപാടിയുണ്ട്, കുറെ ക്ലാസ് കിട്ടാണ്ട്. ഇൽമു നമുക്ക് വളരെ കുറഞ്ഞു പോയി. കുറെ ജഗബോഗ കാണിക്കലല്ല, കുറെ ഇൽമു കിട്ടലില്ലാണ് കാര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൽമു കിട്ടിയില്ല പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് ഇൽമാകണമല്ലോ, ദുൽമാകരുത്, അക്രമമാകരുത്. കുറെ ഇൽമു കിട്ടിയില്ല, ഫായിദയില്ല. സ്ത്രീകൾക്ക് ഇഖാമത്ത് കൊടുക്കണം. ഒരു വഖത്ത് നിസ്കരിച്ചു, നീ സുബഹി നിസ്കരിച്ചു. ചിലര് കലാ വെട്ടുന്നുണ്ടാവും. അവന് ളുഹർ നിസ്കരിക്കാൻ കിടക്കാൻ അസർ ഉണ്ട്. ളുഹർ നിസ്കരിച്ചു, ഇനി അസർ നിസ്കരിക്കുമ്പോ വീണ്ടും ഇഖാമത്ത് പുതുക്കണം. ഇഖാമത്ത് കൊടുത്തിട്ട് അടുത്ത് നിസ്കരിക്കണം. അസറിന്റെ നിയ്യത്ത് വെച്ചിട്ട് വീണ്ടും നിസ്കരിക്കണം. ആരായി ശ്രദ്ധിക്കണം? നിയ്യത്ത് വെക്കുക, കൈയ്യട്ടുക. ഇഖാമത്ത് കൊടുത്തൊക്കെ സമയം കളയുന്നതിന്. ഇതാണ് നമ്മുടെ അവസ്ഥ. നിർബന്ധമാണ് മുസ്ലിയരെ? അതല്ല. പക്ഷെ ചെയ്യേണ്ട അമലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലേ പ്രതിഫലം ഉണ്ടാവുള്ളൂ. പരിപൂർണമായ പ്രതിഫലം കിട്ടേണ്ട ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലല്ലോ ഇസ്ലാം. സ്ത്രീകൾ എത്ര പേരുണ്ട് ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുന്നവർ? എത്ര ആളുകളുടെ ശ്രദ്ധിക്കുന്നവർ? സഹോദരിമാരൊന്നും അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. നിയ്യത്ത് പോലും വെക്കാതെ വെറുതെ കൈയ്യട്ടി നിസ്കരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. തറാവി നിസ്കരിക്കാൻ വേണ്ടി കൈയ്യട്ടി അങ്ങനെ നിസ്കരിക്കലന്നെ, നിയ്യത്ത് തന്നെ ഇല്ല, ഫാത്തിഹ സൂറത്തില്ല. എന്താണ് നമ്മുടെയൊക്കെ ജീവിത ശൈലി? നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 7 കുട്ടിക്ക് വേണ്ടി അഖീഖയുടെ അറവുണ്ട്. ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പള്ളികൾ, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാൻ. അന്ന് തന്നെയാണ് പേരിടൽ കർമ്മം നടത്തുന്നത്. 2 വയസ്സെത്തിയ തന്നെ ആടിനെ വേണം, മാടിനെ വേണം അറക്കാൻ. ആൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ 2 ആട് സുന്നത്തുണ്ട്. പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ, നിനക്കുണ്ടായതെങ്കിൽ 1 ആട് സുന്നത്തുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ടതാണ്. അങ്ങനെയാണ് ശറഅ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അതല്ല, ഒരാൾക്ക് 1 ആടെ അറുത്തു കൊടുക്കാൻ സാധിക്കുള്ളൂ. ആൺകുട്ടിയാണ് ജനിച്ചത്, ആയിക്കോട്ടെ, അത് അറുത്തു കൊടുത്തോളൂ.
അങ്ങനെ തന്നെ ചെയ്യും. ഒരു പോത്തിനെ അറുത്തു കൊടുക്കാൻ കഴിവുള്ളവനാണ്, പോത്തിനെ അറുത്തു കൊടുക്കട്ടെ, ബിസ്മില്ലാ ചെയ്തോട്ടെ. പക്ഷെ 2 വയസ്സെത്തിയിരിക്കണം. ഇതിന് രണ്ടിനും നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടും മാടും ഒക്കെ 2 വയസ്സെത്തിയതാണെന്ന് എങ്ങനെ അറിയൂ ഉസ്താദേ? അത് അതിന്റെ കച്ചവടക്കാരോട് ചോദിക്കുക. കളവ് പറഞ്ഞാൽ അവനെ കാലെ കെട്ടിയിട്ട് പടച്ചോ ശിക്ഷിച്ചോളൂ. കളവ് പറയുന്ന ആളുകൾ അനവധിയാണ് ആ വിഷയത്തിൽ. അഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. ഉളുഹിയ്യത്തിന്റെയും മറ്റും ആടുമൊക്കെ പോത്തിനെയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ചോദിക്കാണ്ട് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സെത്തിയതാ ധൈര്യമായിട്ട് എടുത്തോ. കാരണം കച്ചവടം നടക്കാൻ വേണ്ടി കളവ് പറയുന്നവർ ധാരാളം ആളുകളുണ്ട്. അവരെ അശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ആ പറയുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അറിവില്ല എങ്കിൽ അറിവില്ല എന്ന് പറയണം. അറിവുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ടേ കച്ചവടം ചെയ്യാവുള്ളൂ. കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചാൽ അദാബാണ്. അല്ലാഹു ആക്കട്ടെ. അക്കീക്ക, എന്റെ മകൻ മുഹമ്മദിന്റെ പേരാണോ അവരുടെ പേര്, ആ പേരിട്ടിട്ട് എന്റെ മകൻ ഇന്ന ആളുടെ സുന്നത്തായ അക്കീക്കയാണിത് എന്ന് കരുതി നിയ്യത്ത് ചെയ്തിട്ട് വേണം അറവ് നടത്താൻ. ബിസ്മില്ലി മുസ്ലിമായ വ്യക്തി അറവ് നടത്തുന്നു. വാപ്പ തന്നെ കഴിയുമെങ്കിൽ അറവ് നടത്തി, ഇല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കൻ. ചെയ്യുന്നവൻ ആരായിരുന്നാലും മുസ്ലിം ആയിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അറവ് വെട്ടുന്നവനൊക്കെ മിക്ക ആളുകളും അറവ് അഥവാ അറക്കുന്ന മിക്ക ആളുകളും ചിലപ്പോൾ അമുസ്ലിമുകൾ ഉണ്ടാകും. അവരെ കൊണ്ട് അറപ്പിക്കാൻ പാടില്ല. അറവ് ശ്രദ്ധിക്കണം. അറവ് മുസ്ലിം ആയിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കുട്ടിക്കോടുള്ള കടമയിൽ രണ്ടാമത്തത് കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ മധുരം നൽകലാണ്. അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. മധുരം നൽകുക അന്നത്തെ ദിവസം തന്നെ നമ്മൾ എല്ലാവർക്കും അത് സാധാരണ കൊടുക്കാറുണ്ട്. മിഠായി, ലഡു എന്തെങ്കിലും നമ്മൾ നൽകും സന്തോഷത്തിൽ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിച്ചത്, ഏതായിരുന്നാലും നമ്മൾ സന്തോഷം വെക്കുക. ആൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ആഹ്ലാദം വേണ്ട, പെൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ദുഃഖവും വേണ്ട. അത് ഒന്നാമത്തെ കണ്ടീഷനാണ്. 2 മധുരം നൽകുക. മൂന്നാമത്തത് കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക. അവനെ ബാങ്കും ഇക്കാമത്തും കൊടുക്കുക. മൂന്നാമത്തതാണ് ബാങ്കും ഇക്കാമത്തും കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇക്കാമത്തും. നാലാമത്തത് അദ്ദേഹം പറയുന്നു, കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക. മനോഹരമായ പേര് കുട്ടിക്ക് നൽകുക അനിവാര്യമാണ്. അഞ്ചാമത്തത് കുട്ടിക്ക് ദീൻ നൽകുക. ഉടനെയല്ല, കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ദീൻ കൊടുക്കുക. അവൻ അദബ് ശീലിപ്പിക്കുക. കുട്ടിയെ ചെറുപ്പം മുതലേ അദബ് ശീലിപ്പിക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, അഥവാ കുട്ടി ജനിച്ചത് മുതൽ 7 വയസ്സ് വരെ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം കളിക്കണം. ലാഇബുഹും സബ്അ, അലി റളിയല്ലാഹു അൻഹു വാക്കാണ്. 7 വയസ്സ് വരെ കുട്ടിയോടൊപ്പം വാപ്പയും ഉമ്മയും ശരിക്ക് കളിതമാശയിൽ ഏർപ്പെടണം. അവനെ കളിപ്പിക്കുക, പന്ത് കളിപ്പിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഉസ്താദെ പ്രതിമകൾ അനുവദനീയമാണോ? ചെറിയ രീതിക്കുള്ള പ്രതിമകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കളിപ്പാട്ടങ്ങൾ വെച്ച് കൊടുക്കും. അത് അനുവദനീയമാണോ? പറ്റുന്നതാണ്. കുറേ പേരുടെ സംശയങ്ങളുടെ ഒരു ഉത്തരമാണ് ഈ വാത് കേട്ടോ. ചില ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് ഈ നൽകുന്നത്. പ്രത്യേകിച്ച് സഹോദരിമാർ, കളിപ്പാട്ടങ്ങൾ കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? കളിപ്പാട്ടം കൂടെ അവരുടെ പ്രായം അതാണ്. സ്വർണം നൽകാൻ പറ്റുമോ പുരുഷന്മാർക്ക്? വകതിരിവ് എത്തുന്നത് വരെ കൊടുക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിലുണ്ട്. കുട്ടിക്ക് വകതിരിവെത്തുന്നൊരു പ്രായം വരെ, അതുപോലെ 5 വയസ്സ് വരെ 6 വയസ്സ് വരെയൊക്കെ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക. അതാണല്ലോ മസല. സ്വർണം ധരിപ്പിക്കാൻ പറ്റുമോ കുട്ടിക്ക്? നമ്മൾ കയ്യിൽ ചെയിനിട്ട് കൊടുക്കുമല്ലോ, കാല് കെട്ടിക്കൊടുക്കും, വള സ്വർണത്തിന്റെ തള കെട്ടിയിട്ട് കൊടുക്കും. പറ്റുമോ? പറ്റും. ഒരു 5-6 വയസ്സ് വരെ പറ്റുമെന്നാണ് പണ്ഡിതന്മാര്. ആൺകുട്ടികളുടെ, പെൺകുട്ടികളെ എന്തായാലും പറ്റും. ഇലാ യൗമിൽ ഖിയാമ പറ്റും. പക്ഷെ അതൊന്നും അമിതമാക്കണ്ട. ചിലർ നെഞ്ചത്ത് വലിയൊരു സംഭവം, കയ്യിൽ 2 കയ്യിലും ഉണ്ട്, കഴുത്തേലും ഉണ്ട്, ചെവിയിൽ ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തില്ല. അങ്ങനെ വേണ്ട. ഇപ്പൊ ഏറ്റവും വലിയ അപകടം ഉള്ളത് സ്വർണം പരമാവധി പുറത്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. പ്രത്യേകിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്ക് ഇപ്പൊ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ കിഡ്നി എടുക്കുക, ലിവർ എടുക്കുക, പല പരിപാടികളുണ്ട്. ഒന്നുമില്ലെങ്കിലും സൂപ്പ് വെച്ചെങ്കിലും കുടിക്കുന്ന കൗമാണുള്ളത്. അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചോളുക. സ്വർണം ഒരുപാടിട്ട് ആഭരണങ്ങൾ ഇട്ട് അങ്ങനെ ധരിപ്പിക്കേണ്ടതില്ല. അനുവദനീയമാണ് ഇതൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടികൾക്ക് അനുവദനീയമാണല്ലോ, എന്തായാലും അനുവദനീയമാണ്. എല്ലാ പ്രായത്തിലും അനുവദനീയമാണ്. ലാഇബുഹും സബ്അ, അലി റളിയല്ലാഹു അൻഹു പറയാണ് 7 വയസ്സ് വരെ കുട്ടിയോടൊപ്പം ശരിക്ക് കളിതമാശയിൽ ഏർപ്പെടുക, അവരെ കളിപ്പിക്കുക. അത് കഴിഞ്ഞാലോ 7 to 14 വരെ വസാഹിബുഹും സബ്അ, അവരോടൊപ്പം പിന്നെ നീ നിലകൊള്ളേണ്ടത് പിന്നെ ഒരു 7 വർഷക്കാലം പിന്നീട് അങ്ങോട്ട് നിലകൊള്ളേണ്ടത് അവർക്ക് നല്ല മര്യാദ പഠിപ്പിച്ചുകൊണ്ടാണ്.
മര്യാദ പഠിപ്പിക്കണം. മോനെ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ, വലത് കൈ കൊണ്ട് കഴിക്കൽ, ഇടത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം നടത്തേണ്ടത് ആ കൈയാണ് ഉപയോഗിക്കേണ്ടത്. മൂക്ക് പിഴിയേണ്ടത് ഇടത് കൈയാണ് വേണ്ടത്. വാ ഇങ്ങനെ തുറക്കുമ്പോ കോട്ടുവായി വിടുമ്പോ ഇടത് കൈയുടെ പത്തി മറച്ചിട്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. ബിസ്മി ചൊല്ലി ആഹാരം കഴിക്കണം. അടുത്തു നിന്ന് തന്നെ ആഹാരം കഴിച്ചു തുടങ്ങണം. വാപ്പയും ഉമ്മയും ഇരിക്കുന്ന സദസ്സിൽ മക്കൾ വന്നിട്ട് ഇരിക്കാൻ പാടില്ല, ചമ്രം പടിഞ്ഞിരിക്കാൻ പാടില്ല, ഒരു കാലിന്മേൽ മറ്റൊരു കാല് കയറ്റി വെച്ച് കണ്ടിരിക്കാൻ പാടില്ല. അതൊക്കെ മിക്ക ഇന്ന് സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങളാണ്. ഉസ്താദ് വന്നാലും നാട്ടുകാർ വാപ്പ വന്നാലും ഈ കളിയാ, ഒരു കാലും മറ്റേ കാല് വെച്ചിട്ടിരിക്കുക. ആ കളി ഉസ്താദെന്നല്ല, എവിടെ ആയാലും പാടില്ലല്ലോ. നമ്മളെ ശ്രദ്ധിക്കാൻ അതബ് കെട്ട ഇരുത്താണത്. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ഭയങ്കര വില വെച്ചെന്ന് നമ്മളെ മനസ്സിലെന്നാന്നറിയോ? പടിജാഹിലാണല്ലോ റബ്ബ് ഇരിക്കുന്നത് എന്നുള്ള ചിന്ത അപ്പോഴേ മനസ്സ് വന്നു കഴിഞ്ഞു. നമ്മൾ ഇന്ന് കണ്ടത് പടിജാഹിലിനെയാണല്ലോ. അള്ളാഹ് ഈ ചിന്തയോടുകൂടി അങ്ങോട്ട് വരിക. നിങ്ങളോർക്ക് ഉസ്താദ് ഞെട്ടിയിട്ടുണ്ട്, നമുക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അവൻ വിവരം കേട്ടവൻ അങ്ങേയറ്റം ആണല്ലോ റബ്ബേ ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുക. കാലുമ കാര്യേറ്റി വെച്ചിരിക്കുക. മാതാപിതാക്കളുടെ മുന്നിൽ ഇവനാരാണെന്ന് വെച്ചാൽ ഇവനൊരു ഡിഗ്രി കരഗതമാക്കിയപ്പോ, ഇവനൊരു MBBS ബിരുദധാരിയായപ്പോ മാതാപിതാക്കളെക്കാൾ വലിയ സമുന്നതനായ ആളാണ്. ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പാടില്ല. അവരുടെ മുന്നിൽ അതബോടുകൂടി ഇരിക്കണം. നമ്മൾ ഇരുന്ന ഒരു സദസ്സിൽ വാപ്പയും ഉമ്മയും വന്നാൽ നമ്മൾ എഴുന്നേൽക്കണം. അവരെ കണ്ടുകൊണ്ട് അവരനുവാദം നൽകാതെ ഇരിക്കാൻ പാടില്ല. അവരുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. അവർ ഭാഷണം നടത്തുന്നതിന് ഇടയിൽ വെച്ചുകൊണ്ട് കയറി സംസാരിക്കാൻ പാടില്ല. ഓവർടേക്ക് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ ചെറുപ്പത്തിലെ 7 to 14 വയസ്സിലാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഒറ്റയടിക്കല്ല. 7 വയസ്സ് കഴിഞ്ഞ് നമ്മൾ 8ലേക്ക് എത്തിയുള്ളൂ. അവന് ഇരുതടാ, കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ. കഴിക്കേണ്ടത് ഇങ്ങനെ കഴിക്കണം പാപ്പ കണ്ട. എന്നിട്ട് അവന്റെ മീനുമൊക്കെ എടുത്തിട്ട് നെയ്മീനുമൊക്കെ എടുത്ത് കണ്ട. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, മക്കളെ പഠിപ്പിക്കുന്ന മക്കളതെ ഇങ്ങനെ വേണം കഴിക്കാൻ മീന്, അവന്റെ മീനെടുത്ത് തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാം കൂടി ഒറ്റ ദിവസം ഇട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഇതൊക്കെ സമയം ഉണ്ടാവും. മക്കളുടെ പിറകെ നിൽക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകണ്ട. അതാണ് ഒറ്റ വാക്കി പറഞ്ഞാല്. മക്കള് പിഴയ്ക്കുമെന്ന് പേടിയുണ്ടോ? എന്നാ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണ്ട. മക്കള് സാലിഹാകണമെങ്കിൽ അവരുടെ പിറകെ കൂടണമെന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയും. അതിന് 1 to 7 വയസ്സുവരെ ശരിക്ക് കളിപ്പിക്കണം. മക്കളെ കളിതമാശ തന്നെ വിടണം. അവരെ വെറുതെ അങ്ങ് വിട്ടേക്ക്. അവരുടെ പരിപാടി ഇത് തന്നെയാണ്. ആ സമയത്ത് അവരെ നോവിക്കാനോ ഇടിക്കാനോ ചില ആളുകളുണ്ട്. 2 വയസ്സെത്തുമ്പോഴേ തന്നെ മക്കളെ അങ്ങോട്ട് ഇടിക്കുക. മൂത്രം ഒഴിക്കാൻ സ്വയമേ കഴിയിക്കണം. മൂത്രം ഒഴിക്കാൻ മുട്ടിയെ പറഞ്ഞോണം. എന്നിട്ട് നീ മൂത്രം ഒഴിച്ച എന്ന് പറഞ്ഞാൽ അവനെ അങ്ങോട്ട് ഇടിക്കുക. അങ്ങനെ ചെറുപ്പത്തിലെ ചെയ്ത എത്രയോ കുട്ടികൾ പെട്ടെന്ന് തന്നെ അസുഖം വന്നു പോയിട്ടുണ്ടെന്നറിയോ? എത്രയോ പെൺകുട്ടികൾക്ക് വലിയ വിഷയമാണത്. മൂത്രം ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പേടിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി എതിർത്തതല്ലേ? യഹൂദിയായ ഒരു മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് വരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയിൽ വന്നിരുന്നുകൊണ്ട് കാഷ്ടിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടരും കടന്നു വരുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അദ്ദേഹത്തിന്റെ തലവെട്ടാൻ വേണ്ടി വാൾ ഊരുകയാണ്. ഉറയിൽ നിന്ന് വാൾ ഊരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ തടുക്കുകയാണ്. സ്വഹാബ പാടില്ല, സ്വഹാബ പാടില്ല, സ്വഹാബ. എല്ലാരും മാറ്റി നിർത്തി. അദ്ദേഹം മലമൂത്ര വിസർജനം കഴിഞ്ഞു. അവിടുന്ന് എഴുന്നേറ്റ് അദ്ദേഹം പോകുമ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആരാധനാലയമാണ്, ഇതിനകത്ത് മേലിൽ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല. അദ്ദേഹം അത് കേട്ടു. ആളുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവര് അദ്ദേഹത്തൊന്നും ചെയ്തില്ല. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ കണ്ടത്? ഒരു അവിശ്വാസിയായ മനുഷ്യൻ പള്ളിയുടെ കത്തലത്തിൽ വന്നിട്ട് ഇങ്ങനെ കാഷ്ടിച്ചിട്ട് അവനെ വെറുതെ വിടുകയാണോ? നമ്മളാണ് വെച്ചേക്കോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. 2 കാരണങ്ങളുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം അങ്ങനെ മലമൂത്ര വിസർജനം നടത്തി തുടങ്ങുന്നതിനിടയിൽ നമ്മൾ വന്നിട്ട് ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാല് അയാളൊരു ഒറ്റ ഓട്ടം ഓടും. ഓടുന്ന വഴിക്ക് മൊത്തത്തിൽ തൂറി ആകെ ഹറാക്കാക്കി വിളിക്കിറങ്ങിയിട്ടാവും പോവുക. അല്ലേ? ശരിയല്ലേ? അവിടെ മുഴുവനാവും. പിന്നെ കഴുകാൻ മൊത്തത്തിൽ ഓടണം. ഓസം പിടിച്ചോണ്ട് പുറകെ നടക്കണം. ഇതാകുമ്പോ ഒരിടത്ത് തന്നെ ഉള്ളൂ, എളുപ്പമുണ്ട് പരിപാടി. എന്താ? രണ്ടാമത്തെ കാരണമാണ് മർമ്മപ്രധാനം. 2, അദ്ദേഹത്തിന് പിന്നീട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി
അറപ്പിക്കുമ്പോഴേ പെട്ടെന്ന് പാടില്ല എന്ന് പറയുമ്പോൾ ഇതിന്ന് മക്കൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മളാണ്. കല്യാണ വീട്ടിൽ പോയിട്ട് പറയാതെ നീ മൂത്രം ഒഴിച്ചു എന്താ പരിപാടി കാണിച്ചു, വീട്ടിലെത്തുമ്പോൾ ചെവിയൊക്കെ പിടിച്ച് കറക്കിയിട്ട് തലക്കിട്ടൊക്കെ 2 അടിയൊക്കെ അടിച്ച് കുട്ടി പേടി തട്ടി ആകെ വിഷയമായി. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ പകുതിക്ക് ഇങ്ങനെ വിറച്ച് നിന്ന് പോവുക, അസുഖങ്ങളാകുക. നമ്മൾ അങ്ങനെയൊന്നും ധൃതി പിടിക്കണ്ട. അതൊക്കെ പതുക്കെ. ഈ ഇരിക്കുന്ന മിക്ക ആളുകൾ ഒരുപക്ഷെ 15 വയസ്സും കടന്നു മുള്ളിയിട്ടുള്ള ടീമുകളുണ്ടാവും കടക്കയിൽ, ഉറപ്പാണ്. എത്ര ആൾക്കാരുണ്ട് 12ഉം 10ഉം 15 വയസ്സ് വരെയൊക്കെ കടന്നു മുള്ളിയിട്ട് അവസാനം ഓതി മന്ദിരിച്ച് കോഴിമുട്ട തലയെ വെച്ച് ഊതിയിട്ടാണ് ഇത് മാറിയിട്ട് തന്നെ ഉള്ളത്. അങ്ങനത്തെ ടീമുകൾ മക്കളെ കൊണ്ടുവന്ന് 1.5 വയസ്സാകുമ്പോഴേ മൂത്രം ഒഴിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടിക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതുകൊണ്ട് 7 വയസ്സ് വരെ മക്കളെ അങ്ങനെ വിട്. പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഓരോ പ്രായം എത്തുമ്പോൾ അവർക്ക് പക്വത വരുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം, അത് ശ്രദ്ധിക്കാം, വിഷയമില്ല. അവരോടൊപ്പം കളിതമാശയിൽ ഏർപ്പെടും. മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും പാടില്ല ആ സമയത്ത്. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയേ. കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ് വാപ്പായും ഉമ്മയും, പിന്നെ അവരെ ഒന്നും വിടൂല. നമ്മൾ 7 വയസ്സ് വരെ ശരിക്കും അങ്ങനെ നിന്ന് നോക്ക്. വാപ്പായും ഉമ്മയും അവർ വിടൂല. ഞാൻ ഇന്നലെ ജുമാ കഴിഞ്ഞിട്ട് തിരിച്ചു പോയില്ലല്ലോ, തിരുവനന്തപുരത്തായിരുന്നു വാഴ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ടില്ല, പരിസരത്ത് തന്നെ നടന്ന് കറങ്ങായിരുന്നു. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ വീട്ടുകാരെന്നെ ഫോൺ ചെയ്തു. ഭാര്യ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എന്താ എപ്പോഴാ വരിക? ഞാൻ ഇന്ന് രാത്രിയിൽ കരുനാഗപ്പള്ളി വാഴുന്നുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ടാകുക. അവ പറയുന്നു, മൂത്ത മകള് ഇന്നലെ ജുമാ കഴിഞ്ഞ് എൻ്റെ വാപ്പ സരി ഉസ്താദ് പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് തിരിച്ചു വന്നു. 2:30 ആയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മകള് ചോദിച്ചു, അപ്പായി ഉസ്താദാണല്ലോ, അപ്പ പള്ളിയിൽ പോയിട്ട് വന്നല്ല, എന്നിട്ടെന്താ അബ്ബ വരാത്തെന്താ? അബ്ബ എന്നാണ് എന്നെ വിളിക്കുക. അബുനെന്ന് പറഞ്ഞാൽ വാപ്പ എന്നാണല്ലോ. അപ്പൊ അവളെ ഏറ്റവും എളുപ്പമാകുന്ന വാചകത്തിൽ അങ്ങനെ തന്നെ അങ്ങ് ശീലിപ്പിച്ചു, അബ്ബ എന്നാണ് വിളിക്കുക. അബ്ബ എന്താണ് വരാത്തത്? ഉമ്മയോട് ചോദിക്കാണ്, ഭാര്യയോട് ചോദിക്കാണ്. അപ്പൊ അവര് പറഞ്ഞു, അത് പ്രസംഗം ഉള്ളത് കൊണ്ടാണ്. അപ്പം വാപ്പാക്ക് പ്രസംഗം ഇല്ലേ? വാപ്പാക്ക് എന്താ പ്രസംഗം ഇല്ലേ? അതായത് കൊച്ചുകുട്ടിയുടെ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എങ്കിലും നമ്മളോടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സമയം നമ്മളെ കാണാതാകുമ്പോൾ പള്ളിയിൽ നിന്ന് മറ്റുള്ളവരൊക്കെ വന്നിട്ട് പോലും എൻ്റെ വാപ്പ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. അവരുടെ മനസ്സിൽ അതാണ് ചിന്ത. എന്തുകൊണ്ട് മറ്റുള്ളവരൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടും എൻ്റെ വാപ്പ എന്തുകൊണ്ട് വന്നില്ല? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് തിരിച്ചും കിട്ടും. അങ്ങനെയാണ് മക്കൾ. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ അവരെ കിട്ടൂല, കാരണം നമ്മൾ ഈ വാതിന് വേണ്ടി ഇങ്ങനെ ഓട്ടമാണ്. ഇപ്പം ഇന്നിപ്പോ രാത്രി ചെന്നാൽ കുട്ടികൾ എന്തായാലും ഉറക്കമായിരിക്കും. രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സുബഹി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇച്ചിരി നേരം ഉദയം കഴിയുമ്പോൾ ചിലപ്പോൾ കടക്കും. ആ സമയത്ത് ഇനി കടക്കാൻ പറ്റുള്ളൂ. സുബഹി എടുത്തോട്ട് ചെല്ലുക. അപ്പോൾ എന്തായാലും ഒരു 11 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകേണ്ട ടൈമായി. നാളെ എനിക്ക് പുതിയകാവ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലല്ല, പുതിയകാവ് എന്ന് പറയുന്നതുകൊണ്ട് സ്ഥലമുണ്ട്, തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്തിനടുത്തുള്ള പ്രദേശമാണ്. അവിടെയാണ് നാളത്തെ വാഴ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ട്രാവലുണ്ട്. നാളെ എനിക്ക് അങ്ങോട്ട് പോകണം. മറ്റന്നാൾ പിന്നെ അവിടെ നിന്ന് എനിക്ക് വെളിയങ്കോട് ഉമർ ഖാദിർ റളിയല്ലാഹുവിന്റെ മക്കാമിന്റെ പരിസരത്താണ് പ്രഭാഷണമുള്ളത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകണം. ഇങ്ങനെ ഓട്ടം കഴിഞ്ഞെല്ലാം വരുന്നത് വ്യാഴാഴ്ച ആയിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ പലപ്പോഴും മക്കളുമായിട്ടുള്ള സംവാദം വളരെ കുറവാണ് കിട്ടാറുള്ളത്, എങ്കിലും പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കിട്ടുന്ന സമയം നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെയുണ്ട്. ജോലി കഴിഞ്ഞ് അന്നന്ന് വീട്ടിൽ വരാനുള്ള സാഹചര്യമാണ് ഇരിക്കുന്ന അധികം ആളുകൾക്കുള്ളത്. എന്നിട്ടും നമ്മുടെ മക്കൾ ഒളിച്ചോടി പോവുകയാണെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മക്കളെ ശരിക്ക് സ്നേഹം കൊടുക്കുക. അതാണ് അലി റളിയല്ലാഹു പറഞ്ഞ വാക്കതാണ്. 7 വയസ്സുവരെ അവരെ പിടിക്കുക, ശരിക്ക് പിടിക്കുക. പാപ്പായി ഉമ്മായി രണ്ടുപേരും കൂടുക, കളിപ്പിക്കുന്നതിൽ മക്കളോടൊപ്പം കൂടുക. അതാണ് അവരുടെ പുറകെ നിൽക്കുക. പാപ്പ വലിയ പ്രായം ചെന്ന വ്യക്തിയാണെന്ന് പറയും മാറി നിൽക്കണ്ട, പന്ത് കളിക്കാൻ അവരുടെ കൂടെ കൂടണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമില്ലയോ? അഷ്റഫുൽ ഖൽഖല്ലയോ, ലോകത്തിന്റെ നായകനല്ലയോ? എത്രയേറെ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പരിഹരിച്ച വ്യക്തിയാണ്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പോലും പ്രവാചകൻ തന്നെ കുടുംബത്തിന്റെ കാര്യം ഇടപെടുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ആരാണവർ?
മുത്തുനബിയുടെ അനുയായികളല്ലയോ, അള്ളാഹുവിന്റെ റസൂലിൻ്റെതാകുന്ന മക്കളല്ലയോ? ആ കൊച്ചുമക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ തോളിലിരുത്തിക്കൊണ്ട് കളിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ അവരെ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കാണുമ്പോ റസൂലുള്ള തലയിൽ ഇരുത്തിക്കൊണ്ട് കുതിര കളിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, നിഅമൽ ഫറസു തഹ്തകുമാ, എത്ര നല്ല കുതിരയാണ്, എത്ര നല്ല കുതിരയാണ്, കുതിരയാണ്. നിങ്ങൾ കുതിര പുറത്താണല്ലോ കയറിയിരിക്കുന്നത്, നിങ്ങളുടെ താഴെയുള്ളത് എത്ര മനോഹരമായ കുതിരയാണ്, കുതിരയാണ്. അള്ളാഹുവിന്റെ റസൂലുടനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാ, തന്റെ പിഞ്ചോമന മക്കളെ തോളിലെടുത്തുകൊണ്ട് കുതിര കളിപ്പിക്കുകയാണ്, കുതിര നടക്കുന്നത് പോലെ നടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ പറയുകയാണ്, വനിഅമൽ ഫാരിസാനിഹുമാ, ഉമറേ ഉമറേ, എത്ര നല്ല സവാരിക്കാരാണ് ഇവരെന്നറിയുമോ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഞാൻ നല്ല കുതിരയാണ് എങ്കിൽ ആ കുതിരപ്പുറത്ത് മാന്യമായ രീതിയിൽ യാത്ര ചെയ്യാൻ അറിയാവുന്ന നല്ല രണ്ട് സവാരിക്കാരാണ് ഇവര് കേട്ടോ, സയ്യിദുനാ റസൂലുള്ളാഹി. വനിഅമൽ ഫാരിസാനിഹുമാ സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തോളത്ത് കളിപ്പിച്ചോണ്ടിരിക്കുക, ആയി നല്ല കുതിരയാണല്ലോ താഴെ കിടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ചെവിക്ക് രണ്ടടി കൊടുക്കും, ഇറങ്ങണാവേ രണ്ട് ചാടിച്ച്. നബി ആ പരിപാടിയൊന്നും ഇല്ല, ഇതിന്റെ പുറകെ തന്നെ നിൽക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുകയാണ്. നബി തങ്ങൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇതേ രീതിയിൽ കളിക്കുകയാണ്. കാരണം നമസ്കാരത്തിലല്ലാത്തപ്പോ നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് സുജൂദി കിടക്കുന്ന കണ്ടപ്പോ അവർക്ക് തോന്നി ആ കുതിരകളിയാണെന്ന്. ഓടി വന്ന് തോളത്ത് കയറും, ഓടി വന്ന് തോളത്ത് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ്, എഴുന്നേക്കുന്നില്ല. കാരണം എന്താ? അവര് കളിച്ചോട്ടെ, അവർക്ക് ഞാൻ എഴുന്നേക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട, മറിഞ്ഞു വീഴണ്ട. അതിന് നബി സുജൂദിൽ കുറെ നേരം ദീർഘിച്ച് കിടന്നു. നമ്മളാണെങ്കിൽ നിസ്കാരത്തിൽ ഞാൻ അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ നിസ്കാരം മുറിയിലോട്ട്. അവരെ ശരിക്ക് ഇടിച്ച് തകർത്ത് ആകെ ബച്ചയും ബഹളവും, പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഇവനെ കൊണ്ടു കാല വരെ ഒരൊറ്റ ഏറ്, വാതിലിന്റെ രണ്ടാട ഒറ്റ ബഹളമായിരിക്കും. ഇതാണ് കാരുണ്യം സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം. അഖ്റാ ബിൻ ഹാബിസ് റളിയല്ലാഹു തആല അൻഹു അറിയില്ലയോ സ്വഹാബിയാണ്, കാട്ടറബിയായ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വരുമ്പോ റസൂലുള്ളാഹി ഈ രണ്ട് മക്കളെയും കൊച്ചുമക്കളെയും എടുത്തു വെച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. അഖ്റാ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ പതറിപ്പോയാണ്. നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി അശറതൻ മിനൽ ഔലാദ് മാ ഖബ്ബൽതു വാഹിദൻ മിൻഹും, 10 മക്കളുണ്ട് റസൂലേ, എനിക്ക് ഒരൊറ്റ കുട്ടികളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല റസൂലേ, ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല. മക്കളെ ചുംബിക്കുന്നത് കണ്ടപ്പോ അത് പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതായ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹു ലാ യർഹം അല്ലാ യുർഹം, കുട്ടികളോട് കാരുണ്യം ചൊരിയണേ, അവരോട് കാരുണ്യം ചൊരിയാത്ത കാലത്തോളം അവരിൽ നിന്നും ലോകത്തിന്റെ നായകൻ പറയുകയാണ്, അല്ലാഹുവിൽ നിന്നും കാരുണ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മക്കൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ വൃദ്ധസനത്തിലേക്ക് തള്ളിയിടുന്നത്? മക്കൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ സ്നേഹം പകരാത്തത് കൊണ്ട്, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം മാന്യമായി നൽകാത്തത് കൊണ്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അലി റളിയല്ലാഹു തആല പറയുകയാണ്, 7 വയസ്സ് വരെ മക്കളോടൊത്തുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ, അവരെ കളിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണേ. പിന്നീടുള്ള 7 വയസ്സ് അവർക്ക് അദബ് പഠിപ്പിക്കേണ്ടതായ സമയമാണ്, മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണ്. മുതിർന്നവരെ ബഹുമാനിക്കാൻ, മലമൂത്ര വിസർജന മര്യാദകൾ, ഭക്ഷണം കഴിക്കുന്ന മര്യാദകൾ, ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടത്, മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത്, ഏതൊക്കെയാകുന്ന മര്യാദകളുണ്ടോ അതെല്ലാം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു 14 വയസ്സ് മുതൽക്ക് പിന്നീടുള്ള 7 വയസ്സ് കാലഘട്ടം 21 വയസ്സ് വരെ വസാഹിബുഹും
സബആ. നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങൾ കൂട്ടുകാരെ പോലെ ഫ്രണ്ട്ഷിപ്പായി പെരുമാറണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ പെൺകുട്ടിയല്ലയോ 14 വയസ്സ് മുതൽ 15 വയസ്സ് വരെ എത്തുന്നത്? അവരെ ശൂലമടിക്കുന്ന പ്രായമാണ്, അവരെ കൂകി വിളിക്കുന്ന പ്രായമാണ്, അവരുടെ മക്കളെ തട്ടിപ്പറിക്കുന്ന പ്രായമാണ്, അവളുടെ വണ്ടിയുടെ പിന്നാമ്പുറത്തെ കയറ്റാൻ വേണ്ടി മുഖാമുഖന്മാര് വിളിക്കുന്നതായ സമയമാണ്. ഫ്രണ്ട്ഷിപ്പായി നിലകൊണ്ടാൽ അവൾ വീട്ടിൽ വന്നുകൊണ്ട് പറയാൻ ഉപകരിക്കുമേ എന്ന് അലി റളിയല്ലാഹു അൻഹു. വസാഹിബുഹും സബഅ. 14 മുതൽ 21 വയസ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ പരിപൂർണമായി ഫ്രണ്ട്ഷിപ്പിൽ നിലനിർത്തണം. എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ? ഉമ്മ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, വാപ്പ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. സ്കൂളിൽ പോയ മോളെ ഇങ്ങനെ ഉണ്ടായിരുന്നു, സൗകര്യം, അതൊക്കെ ചോദിക്കണം മക്കളോട്. മക്കളൊരു വസ്ത്രം ഇട്ട് കണ്ടു കഴിഞ്ഞാല് പുതുവസ്ത്രമാണ്, വാപ്പ വാങ്ങിച്ചു കൊടുത്തു, ഉമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാണ്, വാപ്പായും ഉമ്മായും കൂടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. മകൾ അത് ഇട്ട് കാണുമ്പോ വാപ്പ പറയണം സൂപ്പർ, തമാം, യാ അല്ലാഹ്, അടിപൊളി. അപ്പൊ സന്തോഷത്തോട് പറയണം. അല്ല മൊബൈൽ നോക്കിയിട്ട് കൊള്ളാം കണ്ടോ, സമയമില്ല, ആ പരിപാടി പറ്റൂല. വിളിച്ചടുത്ത് നിർത്തിയിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട്, കൊള്ളാം എന്റെ മോള് നല്ല സുന്ദരിയാ, സൂക്ഷിക്കണം കേട്ടാ, എല്ലാവരും കൊത്തിക്കൊണ്ട് പോരുത്, ശ്രദ്ധിച്ചോണം, വാപ്പാടെ കരളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. അപ്പൊ അവൾക്ക് മനസ്സിലായി എന്റെ വാപ്പ എന്നെ വല്ലാതെ കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ സൗന്ദര്യം ഒന്ന് പുകഴ്ത്തിയേക്കണം. ഈ സൗന്ദര്യം നമ്മൾ പുകഴ്ത്താത്തത് കൊണ്ട് പുകഴ്ത്തൽ പുറത്തുനിന്ന് കിട്ടുക, അവിടെയാണ് വിഷയം. ഇവിടെ പുറത്തോട്ട് പോകുമ്പോ ബസ്സിന്റെ ക്ലീനർ സൂപ്പറാണല്ലേ, അടിപൊളിയാണല്ലേ, മഞ്ഞയായിരുന്നു നല്ലത് ഇന്നലെ ഇട്ടത്. ഇവള് പിറ്റേ ദിവസം തന്നെ ആ മഞ്ഞ ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവളിങ്ങനെ കാണിക്കും, ചിണുങ്ങിയെ കാണിക്കും, മഞ്ഞ. പിറ്റേ ദിവസം നോക്കുമ്പോ കിളി നോക്കുമ്പോ ഉണ്ട് അയാളുടെ കിളി പോയി, നോക്കിയപ്പോ ഉണ്ട് മഞ്ഞ ഇട്ടുകൊണ്ട് വന്നിരിക്കുക. ഇതാ കളി. കാരണം എന്താ? വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നാട്ടിൽ നിന്ന് കിട്ടുകയാണ്, പുറത്തുനിന്ന് കിട്ടുക. ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത്, റിയലായി നടക്കുന്ന സംഭവം. അതേസമയത്ത് ഉമ്മാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ, ഉമ്മാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറയുന്നേ, ഞാൻ പിന്നെ ബസ്സിലെ അയാള് അത് കൊള്ളാന്ന് പറഞ്ഞു. ഉമ്മാട് എന്തും തുറന്നു പറയും, ഫ്രണ്ട്സാണ്, എന്തും തുറന്നു പറയും. സഹോദരങ്ങളും പറയും, അതിനൊന്നും മടിയില്ല. കൂട്ടുകൂടണം, മക്കളോട് നല്ലതുപോലെ കൂട്ടുകൂടണം. നന്മയുടെ കാര്യത്തിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണം, തീന്മേശയിൽ ഒരുമിച്ചിരുത്തണം, മക്കളെയൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. അല്ലാതെ അവരെല്ലാം കഴിച്ചോട്ടെ, അങ്ങനെയല്ല. മക്കളെല്ലാം ഒരുമിച്ചിരുത്തിയിട്ട് അപ്പൊ എന്നെ എന്നാ മോനെ വിളമ്പട, ബിസ്മില്ലാ, ഇതാ കറിയും കിടക്ക്, അതെ ഉമ്മായും വാ ഇടോ, നീ വന്നിരുന്നു, സമയം കളയണ്ട, ബാ കഴിക്ക്, ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി അങ്ങനെ ഒന്ന് ഭക്ഷണം കഴിപ്പിച്ചു വയ്ക്കുക. ഇത് നമ്മളിരിക്കൂല. മക്കളെല്ലാം ഫീസും തീർത്ത് ലാസ്റ്റിന് വാപ്പ നോക്കുമ്പോൾ കോഴിക്കാല് കിട്ടിയില്ല, എവിടെ പോയി, പിന്നെ അതിനെ ചൊല്ലി അടിയ ഹയവാൻ ഇന്ന് അതും തീർത്ത്. വീട്ടുകാർക്കാണോ ഒന്നുമില്ല, ഭാര്യയ്ക്ക് ഒരു കഷ്ണം പോലും ഇല്ല. എന്തിനാ അങ്ങനെ? കഷ്ണത്തിന്റെ പേര് അടിയിടണ്ട, ഒരു വനവശമോ ഇല്ല. മക്കളുടെ കാര്യം എല്ലാം അറിയാനും പറ്റും. അവർ സ്കൂളിൽ പോയോ, പഠിക്കുന്നുണ്ടോ, ട്യൂഷന് പോയിട്ടുണ്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നാണ് ഷറായി പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മയുടെ സംതൃപ്തി അറിയണം. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാപ്പാടെ ഉമ്മയുടെ സംതൃപ്തി അറിയാതെ മക്കള് നേരത്തെ വെട്ടി വിഴുങ്ങാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. വീട്ടിലൊരു ഭക്ഷണം വെച്ചു, ബിരിയാണി വെച്ചു, ഉമ്മ വെച്ച ബിരിയാണിയാണ്, എല്ലാരും വരട്ടെ, എല്ലാരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കുക, അതാണ് നല്ല മനോഹരം. എന്തായിരുന്നാലും വാപ്പ അല്ലെങ്കിൽ ഉമ്മാടി ചോദിക്കണം, വാപ്പ വരാൻ വൈകുവോ? അപ്പൊ ഉമ്മ പറയാം, മോൻ കഴിച്ചോ, അനുവാദം തന്നെങ്കിൽ മാത്രമേ കൈയിടാവുള്ളൂ. ഒന്നിച്ചിരുന്ന് അങ്ങനെ കഴിച്ച് ശീലിച്ച് ആ കുടുംബത്തിലെ ഐക്യം അങ്ങനെ നിലനിൽക്കും. ഭയങ്കര റാഹത്താണ്, മനസ്സിനൊരു സന്തോഷം. ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള, മക്കളുടെ വായിലേക്ക് ഒരു ഉരുള. എന്തിനാ നാണിക്കുന്നത്? സ്വന്തം മക്കളല്ലേ, മക്കൾ ഇത് കണ്ടു വളരട്ടെ, ഈ സ്നേഹ കൂട്ടായ്മ കണ്ടു വളരട്ടെ. അവള് പിന്നെ ഒരിക്കലും ചങ്ക് പറിച്ചു തരുന്ന മാതാപിതാക്കളുള്ളപ്പോ പിന്നെ എന്തിനാ വേറൊരു ചങ്കിന് അവള് കൂട്ടുകൂടുന്നത്? വേറൊരു കൂട്ടുകൂട്ട് പോകുന്നത് എന്തിനാ? എന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചിട്ട് ഞാൻ ഒരിക്കലും പോകൂല, അവള് ദൃഢനിശ്ചയം ചെയ്യും, ഉറപ്പാണ്. നമുക്കൊരു പ്രശ്നമുണ്ട് പുരുഷന്മാർക്ക്, എന്താണെന്നറിയാം, നമ്മൾ പാവങ്ങളാണ്. നമ്മൾ സ്നേഹം ഉള്ളിലുണ്ട്, പുറത്ത് കാണിക്കാത്തവരാണ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അധിക ഉപ്പമാർക്കും പ്രശ്നം പറ്റുന്നത് അവിടെയാണ്. സ്നേഹം ഇഷ്ടം പോലെ ഉണ്ട്, മക്കൾക്ക് എന്തും കൊടുക്കും. ഏത് ഡ്രസ്സാണ് വേണ്ടത്? യസ്വാരതി പോണോ, നാളെ പോണോ, റെഡി, നമ്മൾ റെഡി. ഏത് കടയിലാണ് പോകേണ്ടത്, ഏത് മോഡൽ വേണമെങ്കിലും ഡ്രസ്സ് നമ്മൾ എടുത്തു കൊടുക്കാൻ റെഡിയാണ്. പൈസ ഇങ്ങനെ എണ്ണി കൊടുക്കും. പക്ഷേ അതിന്റെ പിറകെ നിൽക്കാൻ നമുക്ക് സമയമില്ല. അവരത് ചെയ്തോട്ടെ, നടന്നോട്ടെ എന്നുള്ള ചിന്താഗതി അതാകരുത്. നമ്മൾ അവരുടെ പിറകെ തന്നെ കൂടണം, കൂടിയേ പറ്റൂ. അതാണ് ദീൻ പറയുന്നത്. ഇല്ലെങ്കിൽ മക്കൾ പിഴച്ചു പോകും. മക്കളുണ്ടോ, അവരുടെ പിറകെ കൂടിയേ പറ്റൂ.
അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ട്യൂഷൻ ഏൽപ്പിച്ചു കൊടുത്ത് എവിടെയെങ്കിലും ട്യൂഷന് പോകുന്നുണ്ടോ? ഈ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ സാധിക്കും മക്കൾ ഇന്ന സ്ഥലത്താണ് ട്യൂഷന് പോകുന്നത്, അവൻ ഇത്ര മണിക്ക് കറക്റ്റായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്, ആ ട്യൂഷൻ സെന്ററിന്റെ ഇന്ന ഭാഗത്താണ് അവന്റെ സൈക്കിൾ കൊണ്ടുപോയി വെക്കുന്നത്, അവൻ ഇത്ര മണിക്ക് ആ സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് വന്ന് ഇന്ന കടയിൽ നിന്ന് പാല് വാങ്ങിച്ച് ഇന്നടത്ത് നിന്ന് പലചരക്ക് സാധനം വാങ്ങിച്ച് ഇത്ര മണിക്ക് അവൻ കറക്റ്റ് വീട്ടിലെത്തുന്നുണ്ട്. ആർക്കാ പറയാൻ സാധിക്കുന്നത്? നമ്മൾ ഈ കണക്ക് കൂട്ടുന്നത് മുഴുവൻ സമയം ഒരു പക്ഷേ പിഴവായിരിക്കും. അവൻ ആ സമയത്ത് തിയേറ്ററിലായിരിക്കും, അവൻ ആ സമയത്ത് പൈങ്കിളി പുസ്തകങ്ങൾ വാങ്ങാൻ ഇന്ന കടയിൽ വന്നിട്ട് ക്യൂ നിൽക്കുന്നവനായിരിക്കും. മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണിത്. ദീൻ കൊടുക്കേണ്ട സമയത്ത് ദീൻ കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം കൊടുക്കേണ്ട പ്രായത്തിൽ അത് നിർബന്ധമായും കൊടുക്കണം. അത് കേവലം ശനി ഞായറും 2 ദിവസങ്ങൾ വെച്ച് ഒതുക്കാൻ പാടില്ല. മദ്രസയിൽ വിട്ട് തന്നെ ശീലിപ്പിക്കണം. കാരണം അവൻ ശീലിക്കട്ടെ. അതിരാവിലെ എഴുന്നേറ്റ് അങ്ങനെ സുബൈ നമസ്കരിക്കുന്ന ഒരു ശീലം ഉണ്ടാവട്ടെ. ഞാൻ ജുമായ്ക്ക് പറഞ്ഞില്ലേ, മക്കളോടും കുടുംബത്തോടും നമസ്കാരം കൊണ്ട് കൽപ്പിക്കട്ടെ. മാതാപിതാക്കൾ നിർബന്ധമായും കൽപ്പിക്കണം. മക്കൾ അത് ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങിപ്പോയെങ്കിലോ അൽഹംദുലില്ലാ ഇറങ്ങിപ്പോയിക്കോട്ടെ. കാരണം നമ്മുടെ ചെലവിൽ കഴിയുന്നവരാണോ നിർബന്ധമായും 5 വഖത്ത് നമസ്കാരം നിലനിർത്തിയേ പറ്റൂ. അത് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിക്കണം. നിർബന്ധമാണ്. ഭാര്യയോടും പറയണം നിസ്കരിച്ചേ പറ്റൂ. സുബഹി മുതൽ ഇശാ വരെയുള്ള മുഴുവൻ നമസ്കാരങ്ങളും ശ്രദ്ധ പതിപ്പിച്ചേ പറ്റൂ. ശുദ്ധി ഉണ്ടോ? നമസ്കാരം നിർബന്ധമാണ്.